ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് പഠിക്കാനുള്ള ഓണപരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായ ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠമാണ് ഹാച്ചി കി കഹാനി എന്ന് പറയുന്നത്. ഈ ഹാച്ചി കി കഹാനി എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾ കേൾക്കൂ മക്കളെ. പ്രൊഫസർ യുഎൻഒ की പത്നി, പ്രൊഫസർ യുഎൻഒയുടെ വൈഫ് ഹാച്ചി കെ ബാരേമേ, ഹാച്ചി എന്ന് പറയുന്ന അവർ വീട്ടിൽ വളർത്തുന്ന പട്ടിക്കുട്ടിയെ കുറിച്ച് അപ്പനി സഹേലിക്കോ, തൻ്റെ കൂട്ടുകാരിക്ക് എക്ക് പത്ര ലിഖി, ഒരു കത്ത് എഴുതി. വ പത്ര കൈസെ ഹോഗ, ആ കത്ത് എങ്ങനെയായിരിക്കാം? കൽപ്പന കർക്കെ ലിഖെ, ഒന്ന് സങ്കല്പിച്ച് എഴുതാൻ. ആ കത്ത് എങ്ങനെയായിരിക്കും? ഒരു കത്ത് എഴുതുമ്പോൾ മക്കൾ ആദ്യം മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന പോലെ അല്ല എഴുതേണ്ടത്. പറ്റുമെങ്കിൽ ഒരു പേപ്പറിൽ ഫുള്ളായിട്ട് വൃത്തിയായിട്ട് എടുത്തിട്ട് അതിൽ ഇങ്ങനെ ബോർഡറൊക്കെ കൊടുക്കുക. മനസ്സിലായി? ഇങ്ങനെ ബോർഡറൊക്കെ കൊടുത്തിട്ട് ശേഷം എന്നിട്ട് എന്ത് ചെയ്യുക? കത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ സ്ഥാൻ എന്നും അതാ സ്ഥലം എന്നും താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് എന്നുമാണ്. ഇത് നമ്മൾ ആദ്യം എഴുതണം. ഓക്കെ. എന്നിട്ട് ഇവിടെ സ്ഥലം എഴുതിക്കൊള്ളണമെന്നില്ല, താരിഖ് എഴുതിക്കൊള്ളണമെന്നില്ല, ഇങ്ങനെ മെൻഷൻ ചെയ്താൽ മതി. എന്നിട്ട് പ്രിയമിത്ര എന്ന് എഴുതും, വശത്ത് എഴുതി നമസ്തേ എന്ന് നമ്മൾ എഴുതും. പിന്നെ നമ്മൾ നേരിട്ട് കാര്യത്തിലേക്ക് പോവല്ല. ഈ രണ്ട് വര നിങ്ങൾ കണ്ടോ, ചുവന്ന വര, അതൊരു ഇൻട്രൊഡക്ഷനാണ്. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഞാൻ കുറച്ച് ദിവസമായി നിന്നെക്കുറിച്ച് ഓർക്കുന്നു എന്നൊക്കെ പറയില്ല നമ്മൾ കത്ത് എഴുതുമ്പോൾ. അത് ആദ്യം എഴുതണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ കത്തിൻ്റെ വിഷയം നമ്മൾ എന്താണോ അത് എഴുതേണ്ടത്. കത്തിൻ്റെ വിഷയം എഴുതി നമ്മൾ കത്ത് അവസാനിപ്പിക്കാൻ പാടില്ല. അവസാനം നിങ്ങൾക്ക് കണ്ടോ രണ്ട് വരെ ചുവപ്പ്, അവിടെ നമ്മൾ വീട്ടുകാരുടെ അന്വേഷണം പറയണം, സമയം കിട്ടുമ്പോൾ വീട്ടിലേക്ക് വരണം എന്ന് പറയുന്ന ക്ഷേമം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. അങ്ങനെ അവസാനിപ്പിച്ചതിന് ശേഷം നമ്മൾ പറയും സ്നേഹപൂർവ്വം. ആരാണോ കത്ത് തുമാരാ മിത്ര, നിന്റെ വിശ്വസ്ത, നാം പേര്, എന്നിട്ട് പേര് ഇവിടെ പേര് എഴുതേണ്ട സ്ഥലമാണെന്ന് കാണിച്ചാൽ മതി. ഹസ്താക്ഷരം എന്ന് പറഞ്ഞാൽ ഒപ്പെന്നാണ്, ഒപ്പിടേണ്ടുന്ന സ്ഥലമാണ്. അതായത് നമ്മളെ പേരിൽ കത്ത് എഴുതുകയാണ്, നമ്മൾ ഒപ്പിടും. മറ്റൊരാൾ എഴുതുന്ന കത്തിൻ്റെ മാതൃക ഉണ്ടാക്കുമ്പോൾ നമ്മൾ അവരുടെ ഒപ്പിടാൻ പാടില്ല, ഇവിടെ അവരുടെ ഒപ്പാണ് എന്ന് കാണിക്കുകയും ചെയ്യാം. എന്നിട്ട് ഈ കത്തിനെ നമ്മൾ മടക്കിയിട്ട് മറ്റൊരു കവറിൽ ഇട്ടിട്ടാണല്ലോ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ട് വേണ്ടപ്പെട്ട ആൾ കിട്ടുന്നത്. അപ്പോൾ ആ കവറിനെയും കൂടി നമ്മൾ ഇതിൻ്റെ അടിയിൽ കാണിക്കണം. ആ കവർ ഇങ്ങനെയാണ്. കവറിന് മുകളിൽ നമ്മൾ സേവാമേം എന്നാദ്യം ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷിൽ കത്ത് ചെയ്താണെങ്കിൽ ഒരാളുടെ പേരിന് മുൻപായി നമ്മൾ ടു എന്ന് എഴുതും. അതിൻ്റെ അർത്ഥം സമക്ഷത്തിങ്കിലേക്ക് എന്നാണ്. അതിന് അല്ലേ മുമ്പാകെ എന്നൊക്കെ അർത്ഥമുണ്ട്. സേവാമി എന്ന് എഴുതും. പിന്നെ കിട്ടേണ്ട ആളിൻ്റെ നാം, പേരാണ് ഇവിടെ എഴുതേണ്ടത്. അഡ്രസ്സാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. കിട്ടേണ്ട ആളിൻ്റെ പേരും അഡ്രസ്സും ആണ് ഇവിടെ എഴുതേണ്ടത് കാണിക്കാനാണ് നാം പത എന്ന് കാണിച്ചത്. ഈ ഒരു ധാരണ നമുക്ക് ഓർമ്മയുണ്ടാകും. ഇതിനെ നമ്മൾ ബോഡി ഓഫ് ലെറ്റർ എന്നാണ് പറയുക. കത്തിൻ്റെ മാതൃകയാണ്, ബോഡിയാണ്. ഈ നിയമം പാലിക്കാതെ ഒരു കാരണവശാലും കത്ത് എഴുതരുത്. ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 മാർക്കിൻ്റെ മുകളിൽ 2 മാർക്ക് വരെ അർഹതയുണ്ട്. ഈ റൂൾസ് പാലിച്ചാൽ തന്നെ, ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ. ഈ കത്തിൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവുക. അങ്ങനെ നമ്മൾ പോകുമ്പോൾ കത്തിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതണമല്ലോ. ആ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് അതൊന്ന് കോമൺ ആയി പഠിച്ചു വെക്കുക. എന്താണ്? തും നീ കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ. ഏക്, ഒരു ഖാസ് സ്പെഷ്യലായ ബാത്ത്, കാര്യം, ബത്താനെ, പറയാൻ, കേലിയെ വേണ്ടി, മേ, ഞാൻ, യഹ്, ഈ പത്ര കത്ത്, ലിഖ് രഹാഹും, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം എഴുതാനാണ് ഈ കത്ത് എഴുതുന്നത്. ഓക്കെ, കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത്, അത് എഴുതി വെക്കണം. പിന്നെ നമ്മൾ കാര്യം എഴുതുന്നു, അതാണ് കാര്യം നമ്മൾ ഇവിടെ എഴുതണം. അത് എഴുതി കഴിഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് കത്ത് നമ്മൾ അവസാനിപ്പിക്കുക. മേ, ഞാൻ, പത്ര കത്ത് ചോട്ടാ കർ രഹാ ഹൂം, ഞാൻ കത്ത് ചെറുതാക്കുന്നു എന്നല്ല, ഞാൻ കത്ത് ചുരുക്കുകയാണ്. ഗർവാലോസ്, അതെങ്ങനെ ചുരുക്കുകയാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടുകയാണോ? അല്ല, ഞാൻ കത്ത് നിർത്തുന്നതാണ് അതിൻ്റെ അടുത്ത്. മറ്റൊരു ഭാഷാ രീതിയാണത് അല്ലേ. മേ പത്ര ചോട്ടാ കർ, ഞാൻ കത്ത് ചുരുക്കുന്നു എന്ന് പറഞ്ഞാൽ കത്തിനെടുത്ത് ചുരുട്ടുകയല്ല അല്ലേ, കത്ത് അവസാനിപ്പിക്കുന്നു. ഗർവാലോംസെ, വീട്ടുകാരോട് തലാഷ്, അന്വേഷണം, കഹിന ചാഹി നീ പറയണം. ചോട്ടാ ബായ്സെ, ചോട്ടാ ബായ്ക്കോ, കൊച്ചനിയന്, മേരാ പ്യാർ, എൻ്റെ സ്നേഹവും അറിയിക്കണം. അതാണ് കത്തിൻ്റെ ഒരു സ്വഭാവം. ഇത്രയും നിങ്ങൾ എഴുതാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 1 മാർക്ക് കൂടി 2.5 മാർക്കിലേക്ക് എത്തും. ആദ്യത്തിന് ഒരു 1.5 മാർക്ക്. ഓക്കെ, പിന്നെ 1 മാർക്ക് കൊടുക്കുന്നത് 2.5 മാർക്കിലേക്ക് എത്തും. ഇത്രയും ഉണ്ടെങ്കിൽ, ഇതൊക്കെ പാലിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് നമ്മൾ ഇവിടെ മാറ്റർ കൂടി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് 1.5 മാർക്ക് ചേർന്ന് 4 മാർക്കാവും. ഇങ്ങനെയാണ് കത്തിന് മാർക്ക് കിട്ടുന്നത്. ഈ കാര്യം പൊന്നുമക്കൾ മറന്നു പോകരുത്. ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പേപ്പറിലേക്ക് എഴുതി വെച്ച് വൃത്തിയായിട്ട് പഠിക്കണം. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനെ വരച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ഇതെടുക്കുക, അതിനെ വരച്ചു വെക്കുക. അതിനുശേഷമാണ് ഓരോ പാഠഭാഗങ്ങളും ഏതേത് സന്ദർഭമാണെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ കത്ത് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഹാച്ചിയെക്കുറിച്ച് യുഎൻഒയുടെ വൈഫ് കൂട്ടുകാരിക്ക് എഴുതിയാൽ കത്ത് എങ്ങനെയായിരിക്കും എഴുതി ഉണ്ടാകുക, ഈ സെൻറ്ററിലെ ഭാഗം നമ്മളൊന്ന് പഠിക്കേണ്ടത്. അതോട് വെച്ചിട്ട് ഞാൻ പറയാം. നോക്കൂ, ഇങ്ങനെയാണ് കത്ത്. ആദ്യം നമ്മൾ കത്ത് സ്ഥാൻ താരിഖ് എഴുതി,
അതിനുശേഷം പ്രിയ മിത്ര, പ്രിയപ്പെട്ട സുഹൃത്തെ, നമസ്തേ. തും കൈസേ ഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? ഏക്ക് ഖാസ് ബാത്ത്, ഒരു സ്പെഷ്യലായ കാര്യം ബത്താനെ കേലി, പറയാൻ വേണ്ടി ഞാൻ ഈ പത്ര ലിഖ് രഹി ഹൂം, ഈ കത്ത് എഴുതുന്നത് നമ്മൾ എഴുതണം. അതിനുശേഷം ആ പട്ടിക്കുഞ്ഞിനെ കുറിച്ചല്ലേ അറിയേണ്ടത്? ഹമാരെ, ഞങ്ങളുടെ ഗർമേ, വീട്ടിൽ, ഏക്ക് ഒരു നയാ, പുതിയ, സദസ്യ എന്ന് പറഞ്ഞാൽ മെമ്പർ, ആ ഗയാഹെ, ഞങ്ങളെ വീട്ടിലൊരു പുതിയ മെമ്പർ, ഞാനും ഭർത്താവും അല്ല, അതൊരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട്. വഹേ, അതാണ് ഹമാര, ഞങ്ങളുടെ, പാൽത്തു എന്ന വാക്കിന്റെ അർത്ഥം വളർത്തുന്ന, കുത്ത പട്ടി, ഹാച്ചി ഞങ്ങൾ വളർത്തുന്ന പട്ടി, വളർത്തു പട്ടിയാണ് ഹാച്ചി, അതാണ് പുതിയ ആള്. അപ്പനെ പതി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രൊഫസർ സാബുക്കോ, പ്രൊഫസർ സാബിന്, അതായത് യുവന സാബിന്, ഉസേ രാസ്തേസെ, വഴിയിൽ വെച്ച്, മിലേത്, വഴിയിൽ വെച്ച് കിട്ടിയതാണ്. ഹാച്ചിക്ക്, ഈ ഹാച്ചിയുടെ സബ്സേ ബിഡി, ഏറ്റവും വലിയ, ഖാസിയത്ത് എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകത, ഉസ്കി, അതിന്റെ പ്യാർ, അത് ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർ അതുപോലെ തന്നെ നിഷ്ഠാഹെ, അതാണ് പ്രവൃത്തിയിലൊക്കെ നിഷ്ഠകളുണ്ട്, ചര്യകൾ കൃത്യമായിട്ട്, അതായത് എവിടം വരെ വരണം, എവിടെ നിൽക്കണം എന്നൊക്കെ അറിയുന്നുണ്ട് അല്ലെ, കൃത്യമായ അച്ചടക്കവും നിഷ്ഠയും പാലിക്കുന്ന പട്ടിക്കുട്ടിയാണ്. ജബ്, എപ്പോൾ, ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നതിന്റെ അപ്പുറത്താണ്. അതുകൊണ്ട് ജബ്, എപ്പോൾ, തും, നീ, ഹമാരെ, ഞങ്ങളെ, ഗർമേ, വീട്ടിൽ, ആവുകെ, വരുമോ, എപ്പോൾ നീ ഞങ്ങളെ വീട്ടിലേക്ക് ഒന്ന് വരുന്നു, തോ, അപ്പോൾ, ഹാച്ചിസെ, ഈ ഹാച്ചിയുമായിട്ട്, മിൽക്കർ, കണ്ടു കഴിഞ്ഞാൽ, തുമേബി, നിനക്കും, ഉസസെ, അതിനോട് പ്രേം ഹോ ജാഗി, അതിനോട് വല്ലാത്ത ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും. ആ ജാവോ എക് ബാർ, ആ ജാവോ എക് ബാർ, വരൂ ഒരിക്കലെങ്കിലും. എന്നിട്ട് മേ പത്ര ചോട്ടാ കർ റഹി ഹൂം, ഞാൻ കത്ത് ചുരുക്കുകയാണ്. ഗർവാലോം സേ, വീട്ടുകാരോട്, തലാഷ് കഹിന ചാഹി, അന്വേഷണം പറയണം. ചോട്ടാ ബായ്ക്കോ മേരാ പ്യാർ, കൊച്ചനിയന് എന്റെ സ്നേഹവും അറിയിക്കണം. സസ്നേഹ്, സ്നേഹപൂർവം, തുമാരാ മിത്ര നാം, എന്നിട്ട് ഹസ്താക്ഷർ, എന്നിട്ട് ഇവിടെ നമ്മൾ കുളത്തില് സേവാമേ നാം പദ, കിട്ടേണ്ടുന്ന സുഹൃത്തിന്റെ അഡ്രസ് എഴുതിയ കത്തിന്റെ പുറമാണിത്. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്ക് തെറ്റുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ കത്തിന്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അത് വൃത്തിയും വെടുപ്പോടു കൂടി ഒരു ഫുൾ ഷീറ്റ് പേപ്പറിൽ വരച്ച് എഴുതി ശീലിച്ച് പഠിക്കണം. കത്ത് കാണുമ്പോൾ തന്നെ കെട്ടിലും മട്ടിലും ഒരു വൃത്തിയും ഭംഗിയും ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ബാക്കി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.